ഈസ് ദ ലോർഡ്. ഹല്ലേലൂയ എന്നൊക്കെ നമുക്ക് പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അത് എബ്രായർ 11-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ കാണാം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം, ഒരു അറിവ്, ഇതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ കാതൽ അതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് വിജയ് എന്ന സിനിമാ നടൻ, അത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നിർജീവമായ എല്ലാം കണ്ടിട്ട്, എല്ലാം ലഭിച്ചിട്ട്, എല്ലാം സ്വീകരിച്ചിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞ ഒരു വിശ്വാസമല്ല. മറിച്ച് ഒന്നുമില്ലാത്തടത്ത്, ഒന്നും കിട്ടാത്ത സമയത്ത്, ഒരു പ്രത്യാശയും മുമ്പിൽ കാണാതിരിക്കുന്ന അവസരത്തിൽ പ്രത്യാശയോടുകൂടെ എനിക്കിത് ലഭിക്കും, എനിക്കിത് കിട്ടും, ഞാൻ ഈ അധികാരത്തിൽ വരും. ഇതാണ് ഈ ജോസഫ് വിജയൻ്റെ വിശ്വാസം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ ഒരിക്കലും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ഈ പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. സ്റ്റാൻലിയോ അല്ലെങ്കിൽ അതിന് മറ്റു കക്ഷികളൊക്കെയാകും അധികാരത്തിൽ വരിക എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം തമിഴ്നാട്ടിലെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് ഫയലുകൾ ഒപ്പിടുന്നത് അദ്ദേഹം ഭാവനയിൽ കണ്ടു. അതിനുശേഷം അദ്ദേഹം അത് ഫ്ലെക്സിലും കട്ടൗട്ടറുകളിലൊക്കെ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് പരസ്യപ്പെടുത്തി. തമിഴ്നാടിൻ്റെ ഭരണാധിപനായി സെക്രട്ടേറിയറ്റിലിരുന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് ഫയലുകൾ ഒപ്പിടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യബുദ്ധിക്കും രാഷ്ട്രീയ വിദഗ്ധർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കും ഒരിക്കലും ഈ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്ന് ഈ പ്രാവശ്യം കരുതിയിട്ടില്ല. ചിലപ്പോൾ പ്രതിപക്ഷ നേതാവാകാം, അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിയാകാം. പക്ഷേ വിശ്വാസത്താൽ അത് ഭാവനയിൽ കണ്ട് ആ ഭാവന യാഥാർത്ഥ്യമായി കാണുവാൻ തക്കവണ്ണം അത് മറ്റുള്ള മുമ്പിൽ അവതരിപ്പിച്ചു. അതാണ് വിജയിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താൻ കാരണം. അല്ലെങ്കിൽ വിജയ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ഫ്ലക്സിൽ അല്ലെങ്കിൽ കട്ടൗട്ടറിലൊക്കെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഈ ചിത്രമൊക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതെല്ലാം കണ്ടാൽ അത് കളിയാക്കുമോ കിട്ടാതെ വന്നാൽ? പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസം. അതുതന്നെ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയെ ലോക കിരീടം അണിയിക്കാൻ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ഓരോ വിജയം കഴിയുമ്പോഴും അവൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ലോകകപ്പിനെക്കുറിച്ച് ചിന്തിക്കും, അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കും. അത് ഭാവനയിൽ കാണും, അതിൽ വിജയക്കുറി പാറിക്കുന്നത് കാണും. ഇതാണ് വിശ്വാസം. അതുപോലെ സഞ്ജു സാംസന് കർത്താവ് വിജയം കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിർജീവമായി വിശ്വാസം വയ്ക്കാതെ ജീവനുള്ള വിശ്വാസത്തോടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭാവനയിൽ കണ്ട് അത് നടപ്പിലാക്കി തരുന്ന ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് വിജയം കാണും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബ്രദർ സൈമൺ വടക്കൻ, പാലക്കാട്.